ഇന്ന് പകൽ ദൈവവചനത്തിൽ ധ്യാനിക്കാനായിട്ട് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. Romans chapter 3 verses 23 to 26. For all have sinned and come short of the glory of God, being justified freely by his grace through the redemption that is in Christ Jesus, whom God had set forth to be a propitiation through faith in his blood, to declare his righteousness for the remission of sins that are past through the forbearance of God. നമ്മളിവിടെ കാണുന്നത് 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു വ്യത്യാസമില്ല. In verse 23 it says all are equal. എല്ലാവരും പാപം ചെയ്തു. All have sinned. ആമേൻ. അതിനകത്ത് ഒരു വ്യത്യാസവും പറയാനല്ല, എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്തു. ഹല്ലേലൂയ. വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. ആമേൻ. There's no difference, everyone have committed sin. അപ്പോ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്യാൻ പോവാന്നല്ല, ചെയ്തു. Here the word does not say that everyone is going to commit sin, but it says that everyone has already sinned. അപ്പോ ഹല്ലേലൂയ, ഇത് എഴുതിയ സമയത്ത് എല്ലാവരും ഇല്ല. When this was written, everyone was not there. ഇത് എഴുതിയ സമയത്ത് നമ്മളില്ല. For example, when this was written, you and I were not there. പക്ഷേ എഴുതിയിരിക്കുന്നു എല്ലാവരും പാപം ചെയ്തു. But it is written that everyone has sinned. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ വചനത്തിൽ പറയുന്നത് ആമേൻ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതായിട്ട് എഴുതിയിരിക്കുന്നത്. In other words, the word here, the word of God is handling what is to come also, like it has already happened. അവിടെ പറയുന്നത് പാപം ചെയ്തു. It says all have sinned. എന്നാൽ പാപം ചെയ്തു എന്ന് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുമ്പോൾ, but when it mentions in the past tense that everyone has sinned, അതേപോലെ തന്നെ ഉറപ്പാണ് പാപത്തിന് പരിഹാരവും വന്നു. In exactly the same measure it is also said that the redemption of sin has also come. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവന്റെ കൃപയാൽ. It says by his grace. ആമേൻ. അവന്റെ കൃപ. അപ്പോൾ ഈ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല. What grace is not according to what you and I deserve. ഇത് ഞാൻ പ്രാപിച്ചത് കൃപയാലാണ്. For what you and I have received is by his grace. എന്നിട്ട് പറഞ്ഞു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം, through the redemption that is in Christ Jesus. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടെടുപ്പ് യേശുവിൽ നടന്നു. That means the redemption has happened in Jesus Christ. അപ്പോൾ യേശു ക്രിസ്തുവിലായാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. That means if you are in Christ, then you have been redeemed. ആമേൻ. അടിമത്വത്തിൽ കിടക്കുന്നവരെ, അടിമകളായവരെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവസ്ഥയുടെ പേരാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. Redemption is the process of bringing out a slave from his slavery. 4 തരം അടിമത്തങ്ങളെ കാണാൻ കഴിയും. We can see 4 different kinds of slavery. ഒന്ന്, അടിമകളായിട്ട് ജനിച്ചവർ. One is those who were born as slaves. അടിമയായ മാതാവിന്റെയും പിതാവിന്റെയും കുഞ്ഞുങ്ങളായി ജനിച്ചവർ അടിമകൾ. A child born to a slave parents is a slave by birth. കാശ് കൊടുത്ത്, അടിമ ചന്തയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് അടിമയായവൻ. There is a second type of slave who has been bought over into slavery. മൂന്നാമത്തെ അടിമത്വം എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് സമയമായിട്ടും കൊടുക്കാൻ കഴിയാതെ വന്നത് കൊണ്ട് അടിമയായി മാറിയവൻ. There is a third kind of slavery, the one who became a slave because he could not return the money or something that he had taken from a person in the correct time. ഈ 3 അടിമത്വവും ഒരേ ലെവലിൽ നിൽക്കുന്നതാണ്. These three different types of slaveries are all considered almost the same. എന്നാൽ അടുത്തത് പറയുന്നത് ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. But the fourth one is different from the first 3. ഫോഴ്സ് ഉപയോഗിച്ച് അഥവാ സൈന്യമോ രാഷ്ട്രീയ ശക്തിയോ ഉപയോഗിച്ച് അടിമകളായവർ. Those slaves, the fourth type is those who were made slaves by a political or an armed force. അപ്പോൾ ബാക്കി 3 എണ്ണത്തിനും എന്ത് ചെയ്യാന്നറിയോ? പൈസ കൊടുത്ത് പുറത്തു വരാം. The other 3 you can actually pay money and come out of it. ഈ അടിമയായി ജനിച്ചവന് പോലും ഒരാൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആ അടിമത്വത്തിൽ നിന്ന് അവന് പുറത്തു വരാം. Even if someone was born as a slave child, if someone is willing to pay for him, the person can come out of slavery. ആമേൻ. പൈസ കൊടുത്ത് വാങ്ങിക്കപ്പെട്ട അടിമയ്ക്കും ആരെങ്കിലും പൈസ കൊടുത്തവന് പുറത്തു വരാം. Even the one who was bought into slavery can be bought out of slavery with money.
അടുത്ത് പറയുന്നത് അവന് കാശ് സമയത്ത് കൊടുക്കാതിരിക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായവനും അവൻ അടിമയായവനും അവനും കാശ് കൊടുത്ത് പുറത്തു വരാം. Even the third type of slave, the one who could not return the money in time or a favor in time, he can also be bought over out of slavery. ഈ അടിമത്വത്തിൽ കിടക്കുന്നവന് അവന് സ്വന്തമായിട്ട് ഇത് ചെയ്ത് പുറത്തു വരാനുള്ള സാഹചര്യം അവനില്ല. Any slave is a slave because he does not have the capacity to come out of slavery on his own. അപ്പോൾ ആരെങ്കിലും അവന് വേണ്ടി പേ ചെയ്യണം. That means someone has to come and pay for him. ആരെങ്കിലും കൊടുക്കണം. Someone has to pay. അപ്പോൾ ഈ കൊടുത്തു കഴിയുമ്പോഴത്തെ പ്രശ്നം എന്താ? Now what happens when it's paid? ഈ പൈസ കൊടുത്തവനോട് ഇവൻ ഒബ്ലിഗേഷൻ ഇവൻ അയാളുമായിട്ട് കടപ്പാട് നിൽക്കുക. So now the slave now has a new master because the one who has paid the money becomes a new master. അപ്പോ അവിടെ ആ ഒരു സ്ഥലത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്കായി എന്നുള്ളതല്ലാതെ അടിമത്വത്തിൽ നിന്ന് മാറിയിട്ടില്ല. In which case a person only moves from one master to the other, but he is still a slave. ഇപ്പോഴും അവന്റെ ജോലി പഴയതാ. He is still doing the same job. ഇപ്പോഴും അവന്റെ പൊസിഷൻ പഴയതാ. His position is the same. പക്ഷേ ഇവിടെ വചനത്തിൽ പറയുന്നു, But here the word of God says, സൗജന്യമായിട്ട് freely, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് സൗജന്യമായിട്ട്, being justified freely by his grace. അപ്പൊ അവിടെ നിങ്ങൾ പൈസ കൊടുത്തതല്ല, വേറൊരാൾ കൊടുത്തതാണ്. That means you have not paid for your redemption, but someone else has paid. പക്ഷെ അത് സൗജന്യമായിട്ട് കൊടുക്കപ്പെട്ടു. But it has been given without any cost. സൗജന്യമായിട്ട് കൊടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ when it is said that it has been given freely, അത് ആ വ്യക്തിക്കല്ല ഫ്രീ ആയിട്ട്, അതായത് ആ അടിമയുടെ മുതലാളിക്കല്ല ഫ്രീ ആയിട്ട് കൊടുത്തത്. it is not that it has been given freely to the master of the slave. അടിമയ്ക്കാണ് അത് ഫ്രീ ആയിട്ട് കൊടുത്തത്. But it has been given freely to the slave. എന്താ ചെയ്തെന്നറിയാമോ? You know what was done? അടിമത്വത്തിൽ നിന്ന് പുറത്തു വരേണ്ട ഇവന്, this slave who has to now be redeemed, ഇവനെ അടിമയാക്കിയ സോഴ്സ് എന്താണോ, whichever was the source that made him a slave, അതിന് പകരം കാണാൻ ഇവന്റെ കയ്യിൽ തന്നെ പണം കൊടുത്തു. in order to pay up for that, the money was given into the hand of the slave. Praise the Lord. ഇവനുണ്ടായ ഗുണം എന്താണെന്നറിയാമോ? You know what happened? ഇവൻ ആ അടിമത്വത്തിൽ നിന്ന് ഫ്രീ ആയി. He has now come out of slavery altogether. അവൻ ഒരു മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയി വേറൊരു മാസ്റ്ററുടെ കയ്യിലേക്ക് ചെന്ന് പെടുകയല്ല. It is not that now he has gone on from the old master to a new master. അടിമത്വം എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ പുറത്തു വന്നു. But positionally he has come out of slavery once and for all. എന്നാൽ ആമേൻ, ആധിപത്യ നിമിത്തം അടിമകളെ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അടിമകളായവർ, but those who were forced into slavery by political forces or by an armed force, അവിടെ പൈസ കൊടുത്ത് ഫ്രീഡം ഇല്ല. there you cannot be brought out of slavery by paying money. അവിടെ അവൻ ഫ്രീ ആകണമെങ്കിൽ ഫോഴ്സ് തന്നെ ഉപയോഗിക്കണം. There if you need to become free, then and another force has to come and fight the other force. Praise the Lord. Hallelujah. Praise the Lord. Amen. Hallelujah. എൻ്റെ കർത്താവ് ക്രൂശിൽ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? You know what my Jesus did on the cross? കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തു. Whatever had to be paid, he paid. കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തു. Whatever had to be paid, he paid. അവടം കൊണ്ട് തീർന്നില്ല. And he didn't stop there. ആ അടിമത്തം എന്ന് പറയുന്ന പവർ ഉണ്ടല്ലോ, and that power of slavery, അതിനെ അവൻ ക്രൂശിൽ സർവായുധവർഗം വെപ്പിച്ചു. the Bible says that power was made to nothing on the cross. ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്താണെന്നറിയാമോ? Today, do you know what is the best news that I want to share with you? പൈസ വാങ്ങിച്ചിട്ടാകട്ടെ, let it be by taking money, ഫോഴ്സ് ഉപയോഗിച്ചാകട്ടെ, let it be by use of force, നിങ്ങളെ അടിമയാക്കാൻ സാധ്യത ഉണ്ടായിരുന്നവൻ, the one who could have made you a slave, ഇനി അവന് മാസ്റ്റർ ആകാൻ കഴിയാതെ വണ്ണം എന്നേക്കുമായിട്ടൊരു തോൽവിയാ ക്രൂശിൽ സംഭവിച്ചത്. he has been defeated in such a way upon the cross that he can never become your master again. അവന് ഇടയ്ക്ക് നമ്മൾ ബലം കുറയുമ്പം എഴുന്നേറ്റ് വരാൻ അവന് പറ്റത്തില്ല. At times when you don't have your full strength, he cannot come up and fight with you anymore. നമ്മൾ വീക്ക് ആകും, അവന് തല പൊക്കാൻ പറ്റത്തില്ല. He cannot come up and fight with you when you are weak. കാരണം അവന്റെ ആയുധവർഗത്തെ താഴെ വെപ്പിച്ചത് എൻ്റെ കർത്താവാണ്. Because it's my Jesus who brought every weapon that he had into nothing upon the cross. പാമ്പും തേളും ശത്രുവിന്റെ സകല ബലവും അവിടെ ഉണ്ട്. The snake, the scorpion, and all the power of the enemy is there. അവിടെ ഉണ്ട്. It is there. പാമ്പുണ്ട് അവിടെ.
The snake is there. തേളുണ്ട് അവിടെ. The scorpion is there. ശത്രു സാധാരണക്കാരൻ, അവന് ബലവും ഉണ്ട്. The enemy is there with all his might and all his power. ഈ മൂന്ന് റിയാലിറ്റി അവിടെ നിൽക്കുമ്പോൾ, Even as these three realities are still there, അതിനേക്കാളും വലിയൊരു റിയാലിറ്റി എന്റെ കർത്താവ് പറയാം. there is a greater reality that Jesus is telling here. ഈ മൂന്ന് ശക്തികളുടെ മേലും നിന്റെ അകത്ത് ഞാൻ അധികാരം തന്നിരിക്കുക. The word of God says that over all these three powers I am giving you authority inside of you. അപ്പോൾ ഇപ്പൊ അവിടെ സംഭവിച്ച കാര്യം, ഹല്ലേലൂയ, ആമേൻ, പാമ്പില്ല, തേളില്ല, ശത്രുവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോന്നല്ല പറഞ്ഞേ. It does not say that the snake, the scorpion and the enemy is not there so you can march forward. ഇതെല്ലാം ഉണ്ട് അവിടെ. All these three things are there. പക്ഷേ ഇതിനെ കണ്ടിട്ട് നീ പേടിക്കണ്ട. But you don't have to be afraid. ഇതിനെ കണ്ട് നീ നിലവിളിക്കണ്ട. You don't have to cry out. ഇതിനെ കണ്ട് നീ ശബ്ദം വെക്കണ്ട. You don't have to cry നിന്റെ aloud. അകത്തുള്ള അധികാരത്തെ എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതി. You just need to use the anointing that is inside of നിന്റെ you. അകത്ത് കർത്താവ് തന്ന അധികാരത്തെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. You just need to use the power that God has given you. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, My beloved, verse 25 it says, വിശ്വസിക്കുന്നവർക്ക്, to them that believe. വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമായി. It says, whom God had set forth to be a propitiation through faith in his blood. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ സംഭവിച്ചത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രായശ്ചിത്തമായിട്ട് അവൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ടു. As a propitiation he has been given in our place. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ പ്രായശ്ചിത്തമായിട്ട് നൽകപ്പെട്ടത് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക്. It is to them that believe that he has become a propitiation. ഇവിടെ എന്തെങ്കിലും ആ ജനിച്ചവനെ കുറിച്ചല്ല പറയുന്നത്. It doesn't talk about someone who was born as someone. എന്തെങ്കിലും കൊടുത്തവനെ കുറിച്ചല്ല പറയുന്നത്. Neither does it talk about someone who has given something. വിശ്വസിക്കുന്നവർക്ക്. But it is to them that believe. വിശ്വസിക്കുന്നവർക്ക്. It is to them that believe. ആമേൻ ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവർക്ക്. It is to them that believe. പൈസ കൊടുത്തവർക്കല്ല, Not to them that gave money, വിശ്വസിക്കുന്നവർക്ക്. but to them that believe. ശത്രുവിന് അധികാരം ഉണ്ട് അവിടെ. Yes, the enemy is powerful. പക്ഷെ നീ അവനേക്കാളും ശക്തനാണെന്ന് തിരിച്ചറിയണം. But you need to understand that you are far more powerful than he is. അത് നീ വിശ്വസിക്കണം. And you need to believe that. ആ വിശ്വാസം നിന്റെ അകത്ത് വരുമ്പോഴാണ്, When that faith comes inside of you, ഹല്ലേലൂയ, ഇത് നിനക്ക് ഹല്ലേലൂയ അത് പ്രായശ്ചിത്തമായിട്ട് മാറുന്നത്. then this becomes a propitiation for you. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് അവൻ ചെയ്യുന്ന പ്രതിക്രിയക്ക് പറയുന്ന പേരാണ് പ്രായശ്ചിത്തം. Propitiation is the effort that someone puts in to negate the effect of all the sin that he has committed. അപ്പോൾ പ്രായശ്ചിത്തം 4 രീതിയിലുണ്ട്. There are 4 different kinds of propitiation. 4 തരം അടിമത്തമുണ്ട്. There are 4 different slavery. 4 തരം പ്രായശ്ചിത്തങ്ങളുണ്ട്. And there are 4 different propitiations. ഒന്ന്, 1. ശരീരം കൊണ്ട് പാപം ചെയ്തവൻ. One is someone who has sinned with his body. ശരീരത്തിൽ എൻജോയ് ചെയ്തതിന് പകരം, As a propitiation for what he has enjoyed in his body, പകരമായിട്ട് അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കും. he has to beat his body in order to make good for the enjoyment that he has had in his body. അപ്പൊ അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കും ചിലര്. Some people bring injuries on their body, cuts on their body. ചിലര് ഭക്ഷണം കഴിക്കാതിരിക്കും. Some people do not eat food. ചിലര് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുത്തി അതിന് പ്രായശ്ചിത്തമായിട്ട് ചെയ്യും. Some people do something in their body and they suffer pain in order to become a propitiation for what they have done in their body. 2, Second one, അവര് പ്രായശ്ചിത്തമായിട്ട് പൈസ കൊടുക്കും. as a propitiation they give money. ഇന്ന കാര്യം ചെയ്തു തെറ്റായി പോയി, This particular thing I did was wrong, അതുകൊണ്ട് അതിന് ഫൈൻ ഇത്ര ഉണ്ട്. so this is the fine that I'm paying for that. ആ പൈസ കൊടുത്ത് ആ പ്രായശ്ചിത്തം അതങ്ങനെ ചെയ്യാറുണ്ട്. Some people do that. They pay money in order to propitiate for what they have done wrong. മൂന്നാമത്തെ കാര്യം, The third one, പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്, as a propitiation, അവരുടെ മാന്യതയെ താഴെ വയ്ക്കും. they will bring dishonor to themselves. എങ്ങനെയെന്ന് വെച്ചാൽ പരസ്യമായിട്ട് ക്ഷമ പറയുക. They will publicly apologize. ഞാൻ ആ തെറ്റ് ചെയ്തെന്ന് പരസ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. They will accept publicly that they've done wrong. ഇല്ലെങ്കിൽ അതിന് സമാനമായി എന്തോ തന്നെ താഴ്ത്തുന്ന നിലയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക. Or they will humble themselves in some way in order to make good for the sins that they have done. ഇത് പ്രായശ്ചിത്തമായിട്ട് ചെയ്യും. This is done as a propitiation. നാലാമത്തെ കാര്യം, And the fourth one, ആ തങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് എന്തോ ഒന്നിന് പറ്റിയ അപകടം,
because of a mistake that they committed, if something happened. നമ്മൾ അത് ഞാൻ ഈ പറഞ്ഞ ആദ്യം പണം കൊടുക്കുക എന്ന് പറയുന്നതും ഈ പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. The second one, that is giving money, and this is different, two different things. ഇതിന് വ്യത്യാസം ഇങ്ങനെ ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ഒരു പണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. Earlier there used to be a system like that in Kerala. ആ ഒരു വണ്ടി ഇടിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി, വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാ If a pet is injured due to an ഈ accident, ആ മൃഗത്തിന് അപകടം വരുത്തിയ വ്യക്തി കാശ് കൊടുത്ത് അതിനെ വാങ്ങിക്കും. the person who caused the accident will pay and take the pet over. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രായശ്ചിത്തം? And that's another type of അപ്പൊ propitiation. നാല് രീതിയിലുണ്ട്. There are 4 types. ഒന്ന്, ശരീരത്തെ ദണ്ഡിപ്പിക്കും. One is they beat their body. 2, പൈസ കൊടുക്കും. Second one is they give money. 3, തങ്ങളെ തന്നെ താഴ്ത്തും. The third one is by humbling themselves. 4ാമതായിട്ട് പണം കൊടുത്ത് വാങ്ങിക്കും. And the 4th one is they will buy that thing, the pet or the injured one over with money. ഇവിടെ ദൈവവചനത്തിൽ പറയുന്നു, Here the word of God says, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമായി, whom God had set forth to be a propitiation, അവൻ പ്രായശ്ചിത്തമായി through faith in his blood. ആർക്കാണ്? To whom? വിശ്വസിക്കുന്നവർക്ക്. To them that believe. ആർക്കാ? വിശ്വസിക്കുന്നവർക്ക്. To them that believe. അതായത് ഞാൻ പാപം ചെയ്തു, That is I have committed sin. അതിന് പകരമായിട്ട് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കണമായിരുന്നു. And I should have beaten my body so that I would get out of it. പക്ഷേ എനിക്ക് പകരമായിട്ട് എന്റെ യേശു തന്റെ ശരീരത്തിൽ അത് വഹിച്ചു. But in my place, Jesus took that beating of the body in my place. ഞാൻ പണം കൊടുക്കണമായിരുന്നു, I should have given money. അതിന് പകരം അവൻ തന്റെ ജീവനെ കൊടുത്തു. Instead of that, Jesus gave his life itself. ഞാൻ എന്നെ തന്നെ താഴ്ത്തണമായിരുന്നു, I should have humbled myself. പക്ഷേ എന്റെ യേശു എനിക്ക് വേണ്ടി തന്നെ താഴ്ത്തേൽപ്പിച്ചു. But my Jesus became a dishonor on the cross for me. ഞാൻ വില കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു. I should have bought it over with money. പകരമായിട്ട് യേശു തന്റെ രക്തം കൊടുത്ത് തന്നെ വാങ്ങിച്ചു. But instead of that, Jesus gave his blood and bought me over. ക്രൂശിൽ പ്രായശ്ചിത്തം നടന്നു. On the cross, this propitiation. ക്രൂശിൽ പ്രായശ്ചിത്തം നടന്നു. On the cross, the propitiation. ഇവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, Here the word of God says, എന്നിട്ട് അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. and he has been made a public spectacle. പരസ്യമായിട്ട് നിർത്തുന്നതിന് 2 കാരണങ്ങളുണ്ട്. There are 2 reasons why someone is made a public spectacle. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതേ. Please pay attention. നിങ്ങൾ ഹല്ലേലൂയ ആമേൻ 2 കാരണങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നത്. There are 2 reasons why he's made a public spectacle. പരസ്യപ്പെടുത്തുന്നതിന് ഒരു വസ്തുവിനെ പരസ്യപ്പെടുത്തുമ്പോൾ when something is made public, അതിന്റെ ഗുണം എല്ലാവരും അറിയാനായിട്ട് പരസ്യപ്പെടുത്താറുണ്ട്. sometimes it is done so that everyone will know how good the particular thing is. രണ്ടാമത് ആ വസ്തു എല്ലാവർക്കും ലഭ്യമാകാൻ വേണ്ടിയിട്ടും കൂടെയാണ് പരസ്യപ്പെടുത്തുന്നത്. And it is also made public so that everyone could use that. ഇത് അതവിടെ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. It is not limited there. പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. But it is made public. അപ്പോൾ ഈ പ്രായശ്ചിത്തമായതും and that means the propitiation എന്നെ വീണ്ടെടുത്തതും and my redemption, ഇതിന്റെ ഗുണം എന്താന്ന് വെളിപ്പെടുത്താനായിട്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. and he has been made a public spectacle on the cross so that everyone will know what is there in ഇത് this. സംഭവിച്ച കാര്യം എല്ലാവരും അറിയണം. What has happened on the cross, everyone needs to know. അതിനുവേണ്ടി പരസ്യപ്പെടുത്തിയേ. That's why it's been made public. രണ്ടാമതൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. There is a second reason. ഇത് ആർക്കും ലഭിക്കാതെ പോകരുത്. That no one should escape. ഇത് ആർക്കും ലഭിക്കാതെ പോകരുത്. No one should escape the അതിനുവേണ്ടി goodness of this. പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. That's why he has been made ഇതിന്റെ public. യേശു പരസ്യമായിട്ട് നിൽക്കുക. Today Jesus is made ഇത് ആർക്കും public. ലഭിക്കാതെ പോകരുത്. That no one should go without this. വിടുതൽ ആർക്കും ലഭിക്കാതെ പോകരുത്. The deliverance everyone should ഈ receive. അത്ഭുതം ആർക്കും ലഭിക്കാതെ പോകരുത്. The miracle everyone should receive. ഈ വിടുതൽ ആർക്കും ലഭിക്കാതെ പോകരുത്. This deliverance everyone should അതിനു receive. വേണ്ടിയിട്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. For that he has been made public. അതിനു വേണ്ടിയിട്ട് പരസ്യമായിട്ട് For നിർത്തിയിരിക്കുക. that he has been made public. അവൻ മനുഷ്യപുത്രനായി മാറിയത് എന്തിനാണെന്നറിയാമോ? You know why the man became the son of man? എന്നെ ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റാൻ. So that I could become the child of ഞാൻ God. ദൈവത്തിന്റെ പുത്രനായി മാറാനായിട്ട് അവൻ മനുഷ്യപുത്രനായിട്ട് മാറി. The man became the son of man so that I could become the child of God. ക്രൂശിലേക്ക് നോക്കിയാൽ ദൈവപുത്രനെ അല്ല കാണുന്നത്.
കാണുന്നത്. When I look onto the cross, I do not see a son of God. പാപം ചെയ്യാത്തൊരു മനുഷ്യന്റെ സൈൻ അല്ല കുരിശിൽ കാണുന്നത്. On the cross, I do not see a Jesus who has not sinned. ക്രൂശിൽ കിടക്കുന്ന യേശുവിലേക്ക് നോക്കിയാൽ If I look at the Jesus who is on the ഒരു cross, പാപിക്ക് കിട്ടാവുന്ന മാക്സിമം പണിഷ്മെന്റ് അവിടെ കാണുന്നത്. he has been equated to the worst sinner in the world. എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? Do you know what has happened on the cross? യേശുവിന്റെ ശരീരത്തിൽ ക്രൂശിൽ വെളിപ്പെട്ടത് ഞാനാണ്. That means on that cross and on Jesus, it's been revealed you and me. 2014 വർഷം മുമ്പ് ക്രൂശിൽ യേശുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടത് ഞാനാണെങ്കിൽ, If 2014 years back on that cross, on the body of Jesus, I was revealed. 2014 വർഷം കഴിഞ്ഞപ്പോ 2014 years later, എന്റെ ശരീരത്തിൽ യേശു വെളിപ്പെട്ടു. in my body, Jesus is being revealed. എന്റെ നാവിൽ യേശു വെളിപ്പെട്ടു. On my tongue, Jesus is being എന്റെ revealed. കൈകളിൽ യേശു വെളിപ്പെട്ടു. In my hands, he is being എന്റെ revealed. നോട്ടത്തിൽ യേശു വെളിപ്പെട്ടു. In my eyes, he is being revealed. 2014 വർഷം മുമ്പ് സംഭവിച്ചത് This is what happened 2014 years ഇന്നെന്നിൽ back. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. But it is happening today in my body. ഇതിനൊരു പ്രത്യേകതയുണ്ട്. There is something special ഇത് about this. നടന്നു കഴിഞ്ഞ കാര്യമാണ്. This is something that has already happened. എന്നാൽ എപ്പോഴാണോ ഞാൻ വിശ്വസിക്കുന്നത്, But it is when I believe അപ്പോഴതെന്റെ പേഴ്സണൽ ആയിട്ട് മാറുക. that it becomes my own. ഇത്ര നാളും പബ്ലിക് ആയിരുന്നു. Until now it was public. ഇത്ര നാളും അതൊരു പരസ്യമായിരുന്നു. Until now it was just an പരസ്യം advertisement. പരസ്യം പരസ്യം. It was public and it was an advertisement. അത് വായിച്ചറിയാം. I could read about it. ആ പ്രോഡക്റ്റിന്റെ കളർ നമുക്ക് കണ്ടറിയാം. I could see the product. I could see the color of ആ the product. പ്രോഡക്റ്റിനെ കുറിച്ച് ചിലർ പറഞ്ഞ് കേട്ടറിയാം. I heard many people talk about it. പക്ഷേ എപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്? But it is when I believe. അപ്പോഴാ പരസ്യത്തിൽ കണ്ട പ്രോഡക്റ്റ് It is then that the Jesus that I saw on എന്റെ the വീട്ടിൽ cross. വന്നു, എന്റെ വീട്ടിൽ വന്നു. Oh, he came into my life. എനിക്ക് തൊടാം അതിനെ, And I can touch him എനിക്ക് now. ഉപയോഗിക്കാം അതിനെ, I can use him now. എനിക്ക് അതിന്റെ ഗുണം മുഴുവൻ എൻജോയ് ചെയ്യാം. I can enjoy every bit of Jesus ഞാൻ right now. വിശ്വസിച്ചതോടുകൂടെ The moment I believed, അതെന്റേതായിട്ട് മാറി. it became my own. അതെന്റേതായിട്ട് It മാറി. became my own. 2015 വർഷം മുമ്പ് 2014 years back, ക്രൂശിലെ യേശു ചുമന്ന ശിക്ഷ മുഴുവൻ every punishment that Jesus took upon the എന്റെ cross അനുഗ്രഹത്തിന് കാരണമായിട്ട് has മാറി. now become the reason for my എന്റെ blessing. അനുഗ്രഹത്തിന് കാരണമായിട്ട് Has മാറി. become the reason for my ഞാൻ blessing. പോകുന്നിടത്തെല്ലാം അവന്റെ കൃപയാ ഞാൻ ചുമക്കുന്നത്. Today, everywhere I go by His grace. എന്റെ ശിക്ഷ മുഴുവൻ അവൻ ചുമന്നു. For He has taken my punishment, അവന്റെ നീതിയെ ഞാൻ carry ചെയ്യുക. and I carry God's justice. ഓ ഹല്ലേലൂയ. അവൻ ചുമന്നത് ശിക്ഷയെങ്കിൽ For if He has taken the punishment on Him, ഞാൻ ചുമക്കുന്നത് നീതിയെയാ. I today carry the righteousness ഞാൻ of God, തകർന്നു പോകത്തില്ല. and I will not perish. ഞാൻ നശിച്ചു പോകത്തില്ല. I will not be destroyed, കാരണം ഇത് എന്റേതാണ്. because He is ഇതെന്റെ mine. സ്വന്തമായിട്ട് മാറി. This has become my own. പാസ്റ്റിൽ നടന്ന സംഭവം This is something that happened in the past. അതിന്റെ റിയൽ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് The real translation says പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. it is in a present continuous tense. അതായത് ഇന്ന് എനിക്ക് അനുഭവം ഉണ്ടായി. That means even today I can feel it. യേശുവിനെ സ്വീകരിച്ചപ്പോൾ പ്രസന്റ് ഞാൻ യേശുവിൻ്റെതായിട്ട് മാറി. That means even today I have become His own. എന്നാൽ അത് അവിടെ കൊണ്ട് നിന്നില്ല. But it doesn't end there. പ്രസന്റ് ആണ്, It is present, പക്ഷെ അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. but it is also continuing. ഇന്ന് ഞാൻ യേശുവിനെ സ്വീകരിച്ചത് ഒരു നിമിഷത്തെ അനുഭവമല്ല. Today my experience with Jesus is not limited to അത് a few seconds, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. but it is something that continues ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. in a way that nobody can ഒരു stop. ശക്തിക്ക് നിർത്താൻ കഴിയത്തില്ല. No power can come in between. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ For if God is for me, പ്രതികൂലം ആര്? who can be against me? പ്രതികൂലം ആര്? Who can be against me? ആർക്കും പറ്റത്തില്ല. No one can stand ആർക്കും against me. സാധ്യമല്ല. No one can stand ആർക്കും against me. സാധ്യമല്ല. No one can stand against me. Praise the Lord. Hallelujah. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന്റെ 13-ാമത്തെ വാക്യം. Colossians chapter 1 and verse 13. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. Who hath delivered us from the power of darkness. ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, പുത്രന്റെ രാജ്യത്തിലാക്കി. And hath translated us into the kingdom of His dear Son. ആമേൻ. ഇനി ആകാൻ പോവലാക്കി. Not that we will be translated, but we have already been made into the kingdom of His Son. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, Right now as we are here, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് എങ്ങനെയും ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? do we have to think, oh, somehow if I could reach the church? ചർച്ച വന്നിട്ട് എനിക്ക് എങ്ങനെയും ഒന്ന് പ്രേരണ പോയാൽ കൊള്ളാമെന്നുണ്ട്. While we are seated here, will we ever think, oh, I wish I could reach the church? ആരാധിച്ചുകൊണ്ട് പറയും, എനിക്ക് എങ്ങനെയും കുറച്ച് നേരം ആരാധിച്ച കൊള്ളാമെന്നുണ്ട്. As we are worshiping, do we say, I wish I could worship?
ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? You know what the word of God says? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് Who had delivered us from the power of darkness പുത്രന്റെ രാജ്യത്തിലാക്കി and had translated us into the kingdom of his dear son. ദൈവമക്കളുടെ അവകാശം രോഗസൗഖ്യമല്ല. Let me tell you that yours and we are not heirs of just his healing. ഹീലിംഗ് നമ്മുടെ അവകാശമല്ല. We are not heirs of healing. ദൈവമക്കളുടെ അവകാശം ഹീലിംഗ് അല്ല, For our portion is not healing, ഹെൽത്താ. for it is health. രോഗം വന്നിട്ട് സൗഖ്യമല്ല. Let me tell you, it is not to be healed after a sickness comes our way. സൗഖ്യത്തിൽ നിലനിൽക്കുന്നത് ഒരു ദൈവത്തിന്റെ അവകാശം. But let me tell you, a child of God is one who is always in healing, or who is always healed. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, എന്റെ അവകാശം ഹീലിംഗ് അല്ല, ഹെൽത്ത് ആണ് പറഞ്ഞു. Tell the person next to you that my portion is not healing, but it is good health. കടം മാറുന്നതല്ല എന്റെ അവകാശം. My portion is not that debt will move away. സമൃദ്ധിയിൽ ജീവിക്കുന്ന എന്റെ അവകാശം. My portion is to live in prosperity all over. Praise the Lord. Hallelujah. Praise the Lord. Amen. എന്നെ പുത്രന്റെ രാജ്യത്തിലാക്കി. For he has been made. For I've been brought into the kingdom of God. പുത്രന്റെ രാജ്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി വരുന്ന ഒരു ടെറിട്ടറി, അതൊരു പിക്ചർ അല്ല പുത്രന്റെ രാജ്യം. Let me tell you that the kingdom of the Son is not something that is geographical. റോമർ 14:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Romans chapter 14 and verse 17 says, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. For the kingdom of God is not meat and drink. പക്ഷെ എന്താണെന്നറിയാമോ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. But it is righteousness and peace and joy in the Holy Ghost. അപ്പോ ദൈവരാജ്യം എന്ന് പറയുന്നൊരു പ്രത്യേക സ്ഥലമല്ല. So that means the kingdom of God is not geographical. ചർച്ച് അല്ല ദൈവരാജ്യം. It is not church. നമ്മുടെ കുടുംബമല്ല ദൈവരാജ്യം. It is not the family. ഈ ദൈവരാജ്യം എൻ്റെ അകത്താണ്. This kingdom of God is inside of me. അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയാമോ? You know what is great about that? ഭക്ഷണവും പാനീയവും ഇവിടെ ഒരു ഘടകമേ അല്ല. Meat and drink is not at all important. അതുണ്ടേലും ഇല്ലേലും whether it's there or it is not there. അകത്ത് ഭയങ്കര സമാധാനം. There is great joy. അകത്ത് ഭയങ്കര സന്തോഷം. There is great peace. നമ്മുടെ കർത്താവ് ആക്കിയത് എവിടാന്നറിയാമോ? You know where God has placed us? പുത്രന്റെ രാജ്യത്തിൽ. In the kingdom of his dear son. പുത്രന്റെ രാജ്യത്തിൽ. In the kingdom of his dear son. അല്ലെങ്കിൽ ഇതൊരു ഒരു ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ളതായ ഒരു പടമല്ലിത്. This is not a geographical picture that I'm trying to paint. ഒരു മനുഷ്യന്റെ അകത്തെ അനുഭവമാണ്. But I'm telling you about how you and I feel on the inside. കർത്താവ് നമ്മളെ എവിടെയാക്കി? You know where he is placed? സന്തോഷവും സമാധാനവും ഉള്ള സ്ഥലത്താക്കി. He has placed us where there is righteousness, peace and joy in the Holy Ghost. Praise the Lord. Hallelujah. Praise the Lord. Amen. Hallelujah. Amen. തിരമാലകൾ ഇല്ലാത്ത ജീവിതമല്ല. It is not a life without waves. തിരമാലകളെ ചവിട്ടി നടക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. But it's a life where you step over every wave that comes your way. പരാജയമില്ലാത്ത ജീവിതമാണെന്നല്ല പറയുന്നത്. It is not a life where you don't പരാജയത്തെ ചവിട്ടി നടക്കുന്ന ജീവിതം. But you will win over every situation. എത്ര പേർക്ക് ഈ പറഞ്ഞത് മനസ്സിലായി? How many of you understood what I'm saying? തിരമാലകൾ ഇല്ലാത്ത ജീവിതമല്ല. It's not a life without waves. തിരകളുണ്ടെന്നേ. The waves are there. പക്ഷെ അതിന് മുകളിൽ ചവിട്ടി നടക്കുക. But we are always above the waves. അത് തടസ്സപ്പെടുത്തുന്നില്ല. It does not bother us. അക്കരെ എത്താൻ തിരമാല ഒരു തടസ്സമേ അല്ല. The wave can by no means hamper our journey. കാരണം ഹല്ലേലൂയ ഈ ക്രിസ്തു ക്രൂശിൽ എന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. For if Christ on the cross he was showing me. ആമേൻ. ഇവിടെ എന്നിൽ ക്രിസ്തുവിനെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നേ. Then when I live here on this earth, it is Christ who is in me. Praise the Lord. Hallelujah. Hallelujah. Amen. Amen. Hallelujah. ക്രിസ്തുവിനെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നേ. It is Christ. ഇവിടെ ഞാനില്ല. I am not there. അപ്പോൾ ഇവിടെ ഞാൻ എന്നെ വെളിപ്പെടുത്തുകയല്ല, ചെറിയ കാര്യങ്ങൾ നെവർ. അത് താഴ്ന്ന ഗ്രേഡിലെ പരിപാടിയാണ്. It is not. Our life is not for you and me to show ourselves, but it is where Jesus has to be exhibited. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. We need to exhibit Christ. ക്രിസ്തുവിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. We need to demonstrate Christ.
Praise the Lord. Hallelujah. ഇന്ന് അല്ലെങ്കിൽ ഈ പരസ്യമായ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. This public spectacle, this public thing about Jesus need to become personal today. ഇന്ന് ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. We need to come into the experience of being in the kingdom of his dear son. കാരണം ഇത് പരസ്യമായിട്ട് കർത്താവ് അറിയിച്ചിരിക്കുന്ന കാര്യമാണ്. Yes, Jesus Christ has made it public and it is known to everyone. പ്രതികൂലങ്ങൾ നിന്നെ വാഴത്തില്ല. That nothing can bother you. പകരം നീ അതിനെ വാഴുമെന്നുള്ളത് ദൈവത്തിന്റെ പരസ്യമായ അറിയിപ്പാണ്. But you will fight over every situation that comes your way is something that is publicly made known to you on the cross. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? How many of you can believe this? പാമ്പുകളുണ്ട്, തേളുണ്ട്, ശത്രുവിന് ബലവുമുണ്ട്, പക്ഷെ എൻ്റെ അകത്ത് അധികാരമുണ്ട്. Yes, the snake is there. Yes, the scorpion is there. Yes, the powerful enemy is there. But I have an authority that is far greater than all of these. ഒതുക്കാൻ പറ്റത്തില്ല. Nothing can happen to me. ഞാൻ ഇതിനെ കടന്ന് പുറത്തു വരും. But I will win over every situation. ഞാൻ ഇതിനെ പൊട്ടിച്ചു പുറത്തു വരും. And I will break every chain. ഞാൻ ഇതിനെ പൊട്ടിച്ചു പുറത്തു വരും. I will come out in victorious. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. Because the one who empowers me is with me. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ? Do you know what's the difference between the Old and the New Testament? പഴയ നിയമത്തിൽ പുൽപ്പിറ്റിലായിരുന്നു ദൈവം. In the Old Testament, God used to be on the pulpit. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. He would say, don't do. ഇതും കേട്ടച്ച് വീട്ടിൽ പോയി കഴിയുമ്പം ചെയ്യണോ ചെയ്യണ്ടയോ അകത്ത് ഫൈറ്റ് ആണ്. Later, once when you go home, you don't know whether to do or not to do. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. But in the New Testament, that's not the case. പുൽപ്പിറ്റിൽ നിന്ന് വിളിച്ചു പറയല്ല. For God does not anymore call out to you from the pulpit. ചെയ്യാതിരിക്കാൻ നമ്മളിൽ ശക്തി പകർന്ന് നമ്മുടെ കൂടിരിക്കാവൻ. But He is now on our inside. He comes into our lives and gives us the ability so that we can fight over every situation. അടുത്തിരിക്കുന്ന ആൾ പറ, ഒരിടത്തും നീ തോക്കത്തില്ല. That the person next to you, you will not fail anywhere. എൻ്റെ യേശു നല്ലവനായ, എൻ്റെ യേശു നല്ലവനായിട്ട്. My Jesus is so good and He loves me so much that He will not let me fall. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Can we stand up in the presence of God? Praise God. ഒരു വ്യത്യാസമില്ല. There is no difference. എല്ലാവരും പാപം ചെയ്തു. All have sinned. ഒരു വ്യത്യാസമില്ല. No difference. എല്ലാവർക്കും രക്ഷിക്കപ്പെടുകയും ചെയ്യാം. All can be delivered as well. അവൻ നമ്മുടെ പാപത്തിൽ നിന്ന്, അടിമത്തത്തിന്റെ ചങ്ങലയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുപോകും. From my sins and from my chains of slavery, He has brought me out. ഞാൻ പുറത്തു വന്നപ്പോ, when I was brought out, ഞാൻ അടിമത്തത്തിൽ കടന്നതിന്റെ ചില മിസ്റ്റേക്സ്, ചില അറിവില്ലായ്മകൾ എന്നിലുണ്ടായിരുന്നു. There were some of the effects of slavery upon me when I came out. അതിന്റെ പ്രായശ്ചിത്തം മുഴുവൻ എൻ്റെ യേശു കൊടുത്തു തീർത്തു. But Jesus has actually propitiated it completely on the cross. യേശുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. And He has been made a public spectacle. ഇന്നലെ വരെ അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. Until yesterday it was an advertisement. ഇന്ന് അതെന്റെ എക്സ്പീരിയൻസ് ആണ്. But today it has become my own experience. യേശു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, If Jesus is inside of you, തിരമാലകൾ ഇല്ല എന്നല്ല, it's not that the waves are not there. തിരമാലകളുടെ മേളിൽ ചവിട്ടി നടക്കുന്ന ഒരു വിശ്വാസ ജീവിതമാണ് എൻ്റെ. But you have a life of faith where you will walk over every wave that comes your way. ഒന്നിനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. Nothing can fight you. കാരണം നീ നിൽക്കുന്നത് എല്ലാത്തിന്റെയും മേളിലാണ്. Because you are above everything. എല്ലാറ്റിനും മേളിലാ. You are above everything. എല്ലാവറ്റിനും മേളിലാ. You are above everything. ഇന്ന് അതൊന്ന് വിശ്വസിച്ചേ. I want you to believe this. പ്രതികൂലങ്ങളുണ്ടോ? Are there problems? നിങ്ങൾ അതിന്റെ മേളിൽ നിൽക്കുക. You are above it. കാരണം നീ യേശുവിലാ. Because you are in Christ. ഒന്നിനും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. Nothing can fight you. ഇന്ന് വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? Today can you pray in faith? വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമായിട്ട് മാറിയത്. Because it is to the one who believes that he has become a വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമായിട്ട് It is to the one who believes that he has become a propitiation. വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? Can we pray in faith? കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ, Father God, in the name of Jesus, ഞങ്ങളുടെ ജീവിതത്തിൽ, in our life, ഞങ്ങളുടെ ജോലിയിൽ, in our ഞങ്ങളുടെ works, കുടുംബത്തിൽ,
in our ഞങ്ങളുടെ family, ബിസിനസ്സിൽ, in our business, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, in our health and in our ഞങ്ങളുടെ finance, എല്ലാ നിലകളിലും, in every area of our life, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, in our relationships, ഞങ്ങളുടെ ആത്മീക മണ്ഡലത്തിൽ, in our spiritual എല്ലാ life, ഏരിയയിലും നീ തന്ന ജയജീവിതത്തിനായി സ്തോത്രം. in every single area we thank you for ഞങ്ങളത് the victorious life you have given us, Lord. കാണുന്നു കർത്താവേ. We see it through our eyes of faith, Lord. ആർക്കും തകർക്കാൻ കഴിയാത്തൊരു മുന്നേറ്റം Lord, in a way that nobody can stop us, Father. ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. We thank you for you have taken us forward, Lord. വിശ്വാസത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. We believe and we thank you, Father. യേശുവിൻ നാമത്തിൽ പിതാവേ. In the name of Jesus, Lord. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. Praise God. Hallelujah. Hallelujah.